സ്വപ്നങ്ങൾ മനുഷ്യന്റെ കൂടപ്പിറപ്പാണ്. കുഞ്ഞുനാൾ മുതലേ നമ്മൾ സ്വപ്നം കാണാൻ തുടങ്ങുന്നു. പിന്നീട് അങ്ങോട്ട് പോകെ പോകെ സ്വപ്നങ്ങളുടെ നിറം മാറുന്നു. വീട്, കുട്ടികളുടെ വിദ്യാഭ്യാസം, നല്ലൊരു സെറ്റിൽമെന്റ്, ധനപരമായിട്ടുള്ള സമൃദ്ധി, അന്തസ്സായിട്ടുള്ള ഒരു ലൈഫ്, ഇങ്ങനെ പല സ്വപ്നങ്ങളും ഉണ്ടാകും. മറ്റുള്ളവരുടെ മുന്നിൽ പരിഹസിക്കപ്പെടാതെ നല്ല രീതിയിൽ എല്ലാവരുടെ മുന്നിലും അഭിമാനത്തോടെ നിൽക്കുക എന്നുള്ളത് എല്ലാവരുടെയും ആഗ്രഹമാണ്. അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഒന്ന് മാത്രമാണ്: മരിച്ചു കഴിയുമ്പോൾ നമ്മളെ മറ്റുള്ളവർ ഓർമ്മിക്കാനായിട്ട് എന്തെങ്കിലും ബാക്കി വെക്കുക. അതിൽ പ്രത്യേകിച്ച് പറയാനുള്ളത്, ബാക്കി വെക്കുന്നത് ധനപരമായ നേട്ടങ്ങളാണെങ്കിൽ നമ്മുടെ മക്കളും കൊച്ചുമക്കളും ഒക്കെ നമ്മളെ നല്ല രീതിയിൽ ഓർമ്മിക്കും. അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു കരുതലാകുമ്പോൾ നമുക്ക് നമ്മുടെ പേര് നിലനിർത്താനായിട്ട് സാധിക്കും. വരുമാനമുള്ള സമയത്ത് നമ്മൾ സേവ് ചെയ്യാൻ പഠിക്കണം. നമ്മൾ അന്വേഷിച്ച് നടക്കുമ്പോൾ നമുക്ക് അങ്ങനെയുള്ള നല്ല കാര്യങ്ങൾ കിട്ടാറില്ല. അങ്ങനെ കിട്ടുന്നെങ്കിൽ അതിനെ അപ്പോഴേ സ്വീകരിക്കണം എന്നുള്ളതാണ്. എന്നാൽ ധനത്തെ വീണ്ടും ധനം ഉണ്ടാക്കുന്ന രീതിയിലേക്ക് മാറ്റാനായിട്ട് സാധിക്കും. സെലക്ട് ചെയ്യുന്നത് നല്ല രീതിയിൽ സംരക്ഷണം കിട്ടുന്ന ഒരു മേഖലയായിരിക്കണം. കൂടുതൽ വരുമാനം ഉണ്ടാക്കാൻ സാധിക്കുന്നതായിരിക്കണം. ഫാമിലിക്ക് അത് ഉപകാരപ്പെടണം. സ്വപ്നങ്ങൾ ഒരുപാട് കണ്ടിട്ട് ഒരു സുപ്രഭാതത്തിൽ നമ്മളങ്ങ് എന്തെങ്കിലും സംഭവിച്ച് മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികൾക്ക്, നമ്മുടെ വൈഫിന് അല്ലെങ്കിൽ ഹസ്ബൻഡിനൊക്കെ അതൊരു തീരാവേദനയാവും. അപ്പൊ ആ വേദന മാറ്റാനായിട്ട്, ആ വേദനയിൽ ഒരു ആശ്വാസം പകരാനായിട്ട് നമ്മുടെ സേവിങ്സ് ഉപകാരപ്പെടും. നമ്മൾ എവിടെയെങ്കിലും സേവ് ചെയ്യണം എന്ന് പറയുമ്പോൾ ചുമ്മാ അങ്ങ് സേവ് ചെയ്യല്ല ചെയ്യേണ്ടത്. ചാർജസ് ഒന്നും കൂടാതെ എപ്പോ വേണമെങ്കിലും നമ്മൾ ഇടുന്ന എമൗണ്ടിനോടൊപ്പം വീണ്ടും വീണ്ടും ആഡ് ചെയ്യാൻ പറ്റുന്ന സമയത്ത് നമുക്ക് അതിൽ നിന്ന് കുറച്ച് എമൗണ്ട് തിരിച്ചെടുക്കാൻ സാധിക്കുന്ന, മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഫാമിലിക്ക് അവര് ആവശ്യപ്പെടുന്ന സമയം അത്രയും അവർക്ക് വരുമാനം കിട്ടുന്ന അത്തരത്തിലുള്ള നല്ല സുരക്ഷിതമായ സേവിങ്സിൽ വേണം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ. ആ സമയത്ത് ധനം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരുപാട് സാഹചര്യങ്ങൾ തരുന്നുണ്ട്. പക്ഷെ അവിടെ ഗ്യാരണ്ടി ആയിട്ടുള്ള ഏതെങ്കിലും ബ്രാൻഡഡ് ആയിട്ടുള്ള ഒരു രീതിയിൽ അല്ല നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകും. അപ്പൊ പിന്നീട് ബുദ്ധിമുട്ടുണ്ടാകാത്ത തരത്തില്, എന്നാൽ ഭാവിയിൽ ഒത്തിരി നേട്ടങ്ങൾ ഉണ്ടാകാൻ സാധിക്കുന്ന രീതിയിലുള്ള കരുതൽ വേണം നമ്മൾ ചെയ്യാനായിട്ട്. കുറച്ച് കൂടുതൽ അറിയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ ഇതിനോടൊപ്പം ഒരു ലിങ്ക് കൊടുക്കുന്നുണ്ട്. ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ സമയത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഒരു അപ്പോയിന്റ്മെന്റ് ഫിക്സ് ചെയ്യാം. ഞാനുമായിട്ട് നമുക്ക് നേരിട്ട് കാണാം. താങ്ക് യു.